again, welcome to my YouTube channel Commerce Edu Plus. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ഷെയർ, ലൈക്ക്, കമൻറ്റ് ദിസ് ചാനൽ പ്ലീസ്. അപ്പോൾ നമ്മൾ ടോപ്പിക്കിലോട്ട് പോകാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. അക്കൗണ്ടിങ് എന്താണെന്നും അതിൻ്റെ മീനിങ്ങും കുറച്ച് ബേസിക് ടൈമിൽ നമ്മൾ ട്രാൻസാക്ഷൻ വരെയാണ് പറഞ്ഞു നിർത്തിയത്. അപ്പോൾ ട്രാൻസാക്ഷൻസ് നമുക്കറിയാം, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ് ദ ഡീലിങ്സ് ഓർ ഈവൻറ്റ്സ് വിച്ച് ടേക്ക് പ്ലേസ് ഇൻ ദ നോർമൽ ബിസിനസ് ആക്ടിവിറ്റീസ് ആണ് ട്രാൻസാക്ഷൻസ് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഓരോ ട്രാൻസാക്ഷനിലും രണ്ട് ആസ്പെക്റ്റ് ഉണ്ട്. ഒരു ഡെബിറ്റ് ആസ്പെക്റ്റും പിന്നെ എന്തോന്നാണ് ഒരു ക്രെഡിറ്റ് ആസ്പെക്റ്റും അല്ലേ. ഡെബിറ്റ് ആസ്പെക്റ്റ് നമ്മൾ DR എന്ന് പറഞ്ഞ് റെപ്രസെൻറ്റ് ചെയ്തു, ക്രെഡിറ്റ് ആസ്പെക്റ്റിന് CR ഡോട്ട് എന്ന് പറഞ്ഞു റെപ്രസെൻറ്റ് ചെയ്തു. ഇനി അതിൻ്റെ കുറച്ച് അക്കൗണ്ടിങ് പരമായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ നമുക്ക് റെക്കോർഡ് ചെയ്യാം ജേണലിൽ അല്ലേ. ജേണലിനെ പറ്റി പറയുമ്പോൾ ബുക്ക് ഓഫ് പ്രൈം എൻട്രിയാണ് അല്ലേ. പ്രാഥമിക ബുക്കാണ് എന്താണ് ഒറിജിനൽ ബുക്ക് ഓഫ് എൻട്രി, പ്രാഥമിക ബുക്ക്. നമ്മുടെ അക്കൗണ്ടിങ്ങിൻ്റെ പ്രാഥമിക ബുക്കാണ് ജേണൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ജേണലിൽ നമുക്ക് ഓരോ ട്രാൻസാക്ഷൻസിൻ്റെയും കാര്യങ്ങൾ, ഇപ്പോൾ ബിസിനസ്സിൽ ഓരോ ഡേ ടു ഡേ ബിസിനസ്സിൽ ഓരോരോ കാര്യങ്ങൾ നടക്കും. മോണിറ്ററി ആയിട്ടുള്ള അല്ലെ പണപരമായിട്ടുള്ള ഡീലിങ്സ് ഒക്കെ നടക്കും. അത് നമ്മൾ ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി എന്ന് പറഞ്ഞാൽ ജേണലിൽ നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കും. അതെങ്ങനെയാണെന്നാണ് ഹൗ ടു റെക്കോർഡ് ട്രാൻസാക്ഷൻസ് ഇൻ ജേണൽ. സോ ഇന്ന് നമുക്ക് നോക്കേണ്ടത് ട്രാൻസാക്ഷൻസ് എങ്ങനെ ജേണലിൽ റെക്കോർഡ് ചെയ്യാമെന്നാണ്. അപ്പം ഓരോ ട്രാൻസാക്ഷനിലും ഒരു ഡെബിറ്റ് ആസ്പെക്റ്റും ഉണ്ട്, ഒരു ക്രെഡിറ്റ് ആസ്പെക്റ്റും ഉണ്ട്. ഇത് അക്കൗണ്ടിങ് റൂൾ പ്രകാരം അല്ലേ. നമ്മൾ ലൂക്കാ പസിയോലി, ഫാദർ ഓഫ് അക്കൗണ്ടിങ്, അദ്ദേഹത്തിൻ്റെ ബുക്ക് ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് 1494 പുറത്തിറങ്ങിയത്, പബ്ലിഷ് ചെയ്തത്. അതിലാണ് എന്താണ് ഒരു ഡുവൽ ആസ്പെക്റ്റ് സംഭവം പറഞ്ഞിട്ടുണ്ട്. ഡുവൽ ആസ്പെക്റ്റ് പ്രിൻസിപ്പിൾ അദ്ദേഹം അതിൻ്റെ ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് എന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ബുക്ക് ഇത് പറയുന്നത്. ഓരോ ട്രാൻസാക്ഷനും ഒരു ഡെബിറ്റ് ആസ്പെക്റ്റും ഒരു ക്രെഡിറ്റ് ആസ്പെക്റ്റും ഉണ്ടെന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ നമ്മൾ ജേണലിലോട്ട് നമ്മൾ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഇനി നോക്കേണ്ടത് ടൈപ്സ് ഓഫ് അക്കൗണ്ടാണ്. ജേണൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ബുക്ക് ഓഫ് പ്രൈമറി എൻട്രി ആണ് അല്ലേ. ഇനി അടുത്ത നമുക്ക് അക്കൗണ്ട് എന്താണെന്ന് നോക്കാം. എന്താണ് അക്കൗണ്ട്? അക്കൗണ്ടിങ് അല്ല, പിന്നെ എന്താണ് അക്കൗണ്ട്? സിംപ്ലി അക്കൗണ്ട് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ്. അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇറ്റ് ഇൻക്ലൂഡ് ഫോർമൽ റെക്കോർഡ് ഓഫ് ഓൾ ദ ട്രാൻസാക്ഷൻ. ഈ നമ്മുടെ ബിസിനസ്സിൽ നടക്കുന്ന എല്ലാ ട്രാൻസാക്ഷൻസിൻ്റെയും ഒരു ഫോർമൽ റെക്കോർഡ് നമുക്ക് അക്കൗണ്ടിൽ നോക്കിയാൽ മനസ്സിലാവുമെന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ അക്കൗണ്ട് എന്താണെന്ന് നമുക്ക് മനസ്സിലായി. ഇറ്റ് ഇൻക്ലൂഡ് ഫോർമൽ റെക്കോർഡ് ഓഫ് എന്താണ് ഓൾ ട്രാൻസാക്ഷൻസ് ഹാപ്പനിങ് ഇൻ ദ ബിസിനസ് ആക്ടിവിറ്റീസിൻ്റെ എല്ലാ ഫോർമൽ റെക്കോർഡും ഓരോ ട്രാൻസാക്ഷൻസിന് നമ്മൾ ഒരു അക്കൗണ്ടിൻ്റെ രൂപത്തിൽ വരയ്ക്കുക. അതൊരു സ്റ്റേറ്റ്മെൻറ്റാണ് അല്ലേ. ഇനി നമുക്ക് നോക്കേണ്ടത് ടൈപ്സ് ഓഫ് അക്കൗണ്ട്. ടൈപ്സ് ഓഫ് അക്കൗണ്ടാണ് ഇനി നമ്മൾ നോക്കേണ്ടത്. പ്രധാനമായിട്ട് 3 തരത്തിലുള്ള അക്കൗണ്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒന്നാമത്തത് റിയൽ അക്കൗണ്ട്. എന്താണ് റിയൽ അക്കൗണ്ട്. ഒന്നാമത്തത് നമുക്ക് അറിയാം, നമ്മൾ ആദ്യമായിട്ട് അക്കൗണ്ടിങ് പഠിക്കുമ്പോൾ എന്താണ് അറിഞ്ഞിരിക്കണം റിയൽ അക്കൗണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ അക്കൗണ്ടിനെ നമ്മൾ A/C എന്ന് പറയാൻ റെപ്രസെൻറ്റ് ചെയ്യണം. എന്താണ് A/C അല്ലേ. അക്കൗണ്ടിൻ്റെ ഷോർട്ട് ഫോമാണ് A/C എന്നാണ് പറയുന്നത്. അതിലുള്ള ടൈപ്സ് ഓഫ് അക്കൗണ്ടിൽ 3 തരത്തിലുള്ള അക്കൗണ്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒന്ന് റിയൽ അക്കൗണ്ട്, രണ്ടാമത്തത് പേഴ്സണൽ അക്കൗണ്ട്, തേർഡ് ഓൺ നോമിനൽ അക്കൗണ്ട്. അപ്പോൾ നമുക്കറിയാം അക്കൗണ്ടിങ് വർക്കൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യത്തെ ബുക്ക് ഓഫ് പ്രൈമറി എൻട്രി എന്ന് പറയുന്നത് ജേണലാണ് അല്ലേ. അപ്പോൾ ജേണലിൽ നമ്മൾ വരയ്ക്കാൻ പഠിച്ചില്ല. ജേണലിനൊരു ഫോർമാറ്റൊക്കെ ഉണ്ട്. അപ്പോൾ ജേണലിലോട്ട് ഈ കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യുന്ന മുമ്പേ നമ്മൾ അക്കൗണ്ട് എന്താണെന്ന് അറിയണം. അതുപോലെ തന്നെ എന്താണ് ടൈപ്സ് ഓഫ് അക്കൗണ്ട് എന്താണെന്ന് അറിയണം. അക്കൗണ്ട് നമ്മൾ ഇപ്പോൾ അതിൻ്റെ മീനിങ് പഠിച്ചു കഴിഞ്ഞു. എന്താണ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം സിമ്പിളായിട്ട് ഓരോ എന്താ പറയുക അക്കൗണ്ട് ഈസ് സിംപ്ലി മീൻസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഓൾ ദ ട്രാൻസാക്ഷൻസ്. എല്ലാ ട്രാൻസാക്ഷൻ്റെയും ഒരു ഫോർമൽ റെക്കോർഡാണ് അല്ലേ. ഫോർമലായിട്ട് നമ്മൾ സൂക്ഷിക്കുന്ന റെക്കോർഡിനെയാണ് നമ്മൾ അക്കൗണ്ട് എന്ന് പറയുന്നത് അല്ലേ. ഈ അക്കൗണ്ട് തന്നെ നമുക്ക് 3 തരത്തിലുണ്ട്. റിയൽ അക്കൗണ്ട്, പേഴ്സണൽ അക്കൗണ്ട്,
പിന്നെ ഏതാണ് നോമിനൽ അക്കൗണ്ട്. അപ്പോൾ ഇത് ഓർമ്മിച്ച് വെച്ചിരിക്കുക. റിയൽ അക്കൗണ്ട്, പേഴ്സണൽ അക്കൗണ്ട്, പിന്നെ എന്താണ് നോമിനൽ അക്കൗണ്ട്. പിന്നെ നമ്മൾ റൂൾസ് ഓഫ് അക്കൗണ്ടിങ്ങിലോട്ട് വരികയാണ്. റൂൾസ് ഓഫ് അക്കൗണ്ടിങ്ങിലോട്ട് നമ്മൾ കടന്നു വരികയാണ്. റൂൾസ് ഓഫ് അക്കൗണ്ടിങ് അല്ലേ, അക്കൗണ്ടിങ്ങിൽ കുറച്ച് റൂൾസ് ഒക്കെ ഉണ്ട്. അത് നമ്മൾ അതേപടി ഫോളോ ചെയ്യേണ്ടതാണ്. അത് നമ്മൾ അറിഞ്ഞിരിക്കണം. എന്നാലേ നമുക്ക് ട്രാൻസാക്ഷൻസ് ഒക്കെ നമുക്ക് പ്രാഥമിക ബുക്കായിട്ടുള്ള ജേണലിൽ നമുക്ക് റെപ്രസെൻ്റ് ചെയ്ത് എഴുതാനൊക്കെ കഴിയുള്ളൂ. അപ്പം ഈ 3 കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമല്ലോ. നമ്മൾ അക്കൗണ്ടിങ്ങിൻ്റെ ബേസ് പഠിക്കുമ്പോൾ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇനി നമുക്ക് ചർച്ച ചെയ്യേണ്ടത്. റൂൾസ് ഓഫ് അക്കൗണ്ടിങ്ങിൽ ഞാൻ പറഞ്ഞില്ല, അത് പറയും. അതിന് മുമ്പേ കുറച്ച് കാര്യങ്ങളും കൂടെ നിങ്ങൾ അറിയേണ്ടതുണ്ട്. ഒന്നാമത്തെ നമുക്ക് അക്കൗണ്ടിങ് പഠിക്കുമ്പോൾ ആദ്യം അറിഞ്ഞിരിക്കുന്നത് ജേണൽ വരയ്ക്കാനാണ്. എന്താണ് ജേണൽ ബുക്ക് എങ്ങനെ തയ്യാറാക്കുക എന്ന് പഠിക്കണം. രണ്ടാമത്തെ എന്താണ് ലെഡ്ജർ. ജേണൽ വരച്ചിട്ട് നമ്മൾ ലെഡ്ജറിലോട്ട് കടന്നു വരും. ലെഡ്ജർ തയ്യാറാക്കിയിട്ട് നമ്മൾ വേറൊരു സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കും. അതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്ന ട്രയൽ ബാലൻസ് എന്ന് വിളിക്കുക. അതിന് എന്താണ് ട്രയൽ ബാലൻസ് എന്ന് വിളിക്കും. ഇനി ഈ ട്രയൽ ബാലൻസിൽ നിന്ന് നമ്മൾ എന്താണ് നമ്മുടെ സ്ഥാപനത്തിൻ്റെ the main motive of conducting every business activity is to earn profit അല്ലേ. നമ്മുടെ ബിസിനസ്സിന് ലാഭമാണോ നഷ്ടമാണോ എന്നൊക്കെ അറിയാൻ വേണ്ടി ഒരു സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കും, ഒരു അക്കൗണ്ട് തയ്യാറാക്കും. അതിനെ നമ്മൾ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമ്മൾ വിളിക്കുന്നത്. എന്താണ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ലാസ്റ്റ് നമ്മളൊരു സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കും. അതിന് നമ്മൾ ബാലൻസ് ഷീറ്റ് എന്നാണ് പറയുന്നത്. എന്താണ് ബാലൻസ് ഷീറ്റ്. അപ്പോൾ ബേസിക് ഒരു പുതിയതായിട്ട് നമ്മൾ അക്കൗണ്ടിങ് പഠിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. അപ്പം ഇത്തരം കാര്യങ്ങളാണ് അതിൽ ബേസായിട്ട് വരുന്നത്. അപ്പോൾ ഏതൊക്കെയാണത്? ജേണൽ തയ്യാറാക്കിയതിന് ശേഷം നമ്മൾ ലെഡ്ജറിലോട്ട് കടന്നു വരും. ലെഡ്ജർ തയ്യാറാക്കാൻ നമുക്ക് പഠിക്കണം. അതുപോലെ തന്നെ ട്രയൽ ബാലൻസ് എങ്ങനെ തയ്യാറാക്കാമെന്ന് പഠിക്കണം. ട്രയൽ ബാലൻസ് എന്താണെന്ന് അറിയണം. അതുപോലെ തന്നെ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്താണെന്ന് അറിയണം. ബാലൻസ് ഷീറ്റ് എന്താണെന്ന് അറിയണം. ഇത് ഇത്രയും ആണ് അക്കൗണ്ടിങ്ങിൽ ബേസായിട്ട് വരുന്നത്. ഇത് ഓരോന്നും നമ്മൾ എന്താണെന്ന് പഠിക്കണം. ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യമുണ്ട്, നമ്മൾ പഠിക്കണം. അപ്പോഴേ നമുക്ക് വീണ്ടും നമ്മൾ റൂൾസ് ഓഫ് അക്കൗണ്ടിങ്ങിലോട്ട് കടന്നു വരികയാണ്. നമുക്ക് എന്താണെന്ന് നോക്കാം. റൂൾസ് ഓഫ് അക്കൗണ്ട്. അപ്പോൾ അക്കൗണ്ട് 3 തരത്തിലുണ്ടെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. റിയൽ അക്കൗണ്ട്, അതുപോലെ തന്നെ ഏതാണ് പേഴ്സണൽ അക്കൗണ്ട് ആൻഡ് നോമിനൽ അക്കൗണ്ട് അല്ലേ. 3 ടൈപ്സ് അക്കൗണ്ടാണ് ഉള്ളത്. റിയൽ അക്കൗണ്ട്, പേഴ്സണൽ അക്കൗണ്ട്, നോമിനൽ അക്കൗണ്ട്. അതിൻ്റെ റൂളാണ് നമുക്ക് നോക്കേണ്ടത് അല്ലേ. സോ നമ്മൾ അക്കൗണ്ടിങ് വർക്ക് ചെയ്യുമ്പോൾ കുറച്ച് റൂളൊക്കെ നമ്മൾ ഫോളോ ചെയ്യേണ്ടതുണ്ട്. അക്കൗണ്ടിങ് ആക്ടിവിറ്റീസ്, അക്കൗണ്ടിങ് കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യുമ്പോൾ കുറച്ച് റൂൾസ് ഫോളോ ചെയ്യേണ്ടതുണ്ട്. അപ്പം നമ്മൾ ടൈപ്സ് ഓഫ് അക്കൗണ്ട് റിയൽ അക്കൗണ്ട്, നോമിനൽ അക്കൗണ്ട്, പേഴ്സണൽ അക്കൗണ്ട് 3 തരത്തിലുള്ള അക്കൗണ്ടൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. അപ്പം 3 റൂൾസ് ഓഫ് അക്കൗണ്ടിങ്ങിൽ അതിൻ്റേതായിട്ടുള്ള റൂൾസ് പറയുന്നുണ്ട്. ഒന്നാമത്തെ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു റിയൽ അക്കൗണ്ട്. എന്താണ് റിയൽ അക്കൗണ്ട്. അക്കൗണ്ടിന് നമ്മൾ A/C എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്, റെപ്രസെൻറ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ റിയൽ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് സിംപ്ലി മീൻസ് എന്താണ് അക്കൗണ്ട് ഇൻ ദ നെയിം ഓഫ് അസറ്റ് അല്ലേ. അക്കൗണ്ട് ഇൻ ദ നെയിം ഓഫ് അസറ്റ്. അസറ്റുകളായിട്ട് ബന്ധപ്പെട്ട അക്കൗണ്ടാണ്. അസറ്റുകൾ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന അക്കൗണ്ടാണ് എന്തോന്നു റിയൽ അക്കൗണ്ട്. അപ്പോൾ നമുക്കെല്ലാവർക്കും അല്ലേ ഒരു ചോദ്യം വരാം, എന്താണ് ഈ അസറ്റ്? ബിസിനസ്സിൻ്റെ എന്താണ് ആസ്തി അല്ലേ. ബിസിനസ്സിന് സ്വന്തമായിട്ടുള്ള ആസ്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് അസറ്റ് എന്ന് പറയുന്നത്. അത് ബിസിനസ്സിന് ഫർണിച്ചർ ഉണ്ടെങ്കിൽ അതൊരു ആസ്തിയാണ്. അതുപോലെ തന്നെ ബിൽഡിങ്, ലാൻഡ്, ഇപ്പോൾ മോട്ടോർ വെഹിക്കിള്, അങ്ങനെ ഒരുപാട് ബിസിനസ്സിന് സ്വന്തമായിട്ടുള്ളതിനെ എല്ലാത്തിനെയും നമുക്ക് എന്തെന്ന് പറയാം അസറ്റ് എന്ന് വിളിക്കും. അപ്പോൾ അസറ്റ് ഉദാഹരണത്തിന് ഫർണിച്ചർ അല്ലേ, ഫർണിച്ചർ, ലാൻഡ്, അങ്ങനെ
ഒരു കൂട്ടം കാര്യങ്ങൾ അല്ലേ. അപ്പോൾ ബിസിനസ്സിന് സ്വന്തമായിട്ടുള്ള പ്രോപ്പർട്ടി, ക്യാഷ് ഓർ എനി വാല്യുബിൾ ഓണേഡ് ബൈ ദ ബിസിനസ് ആർ കാൾഡ് അസറ്റ്. അപ്പോൾ അതിന് ക്യാഷ് വരാം, ക്യാഷ് ഇൻ ഹാൻഡ് വരാം, നമ്മളെ കയ്യിലുള്ള ബിസിനസ്സിൻ്റെ കയ്യിലുള്ള പണം. നമ്മൾ അക്കൗണ്ടിങ് പഠിക്കുമ്പോൾ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ഓണർ ആരാണ്? ബിസിനസ്സിൻ്റെ ഓണർ എന്ന് പറഞ്ഞാൽ ദ പേഴ്സൺ ഹൂ കോൺട്രിബ്യൂട്ട് ക്യാപിറ്റൽ ടുവേഴ്സ് ദ ബിസിനസ് അല്ലേ. ബിസിനസ്സിലോട്ട് ക്യാപിറ്റൽ കൊണ്ടുവരുന്ന ആളാണ് ആര്? ഓണർ. അപ്പോൾ ഈ ഓണറും അതുപോലെ തന്നെ ബിസിനസ് രണ്ട് വ്യക്തികളാണ്. ബിസിനസ്സിനെ നമ്മൾ ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സണായിട്ട് ട്രീറ്റ് ചെയ്യുന്നു അല്ലേ. ബിസിനസ്സിനെ ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സണായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നു. ഓണർ ഒരു വ്യക്തിയാണ്. ഓണർ ബിസിനസ്സിന് ക്യാപിറ്റലൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. ബിസിനസ്സിന് സ്വന്തമായിട്ട് ഒരു നിലനിൽപ്പുണ്ട്, അത് ഓണറിനെ പോലെ അല്ലേ. അപ്പോൾ ബിസിനസ്സും അതിനെ നമ്മൾ സെപ്പറേറ്റ് എൻറ്റിറ്റി കൺസെപ്റ്റ് എന്നാണ് പറയുന്നത്. എന്താണ്? സെപ്പറേറ്റ് എൻറ്റിറ്റി കൺസെപ്റ്റ് അല്ലെങ്കിൽ ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് ആണത്. അത് പ്രകാരം ബിസിനസ്സിനെ നമ്മൾ ഓണറിനെ രണ്ടും സെപ്പറേറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു അല്ലേ. അതിനെ നമ്മൾ വരും ക്ലാസ്സുകളിൽ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമ്മൾ ചർച്ച ചെയ്യും. അപ്പോൾ നമ്മളിപ്പം ഏത് അസറ്റ്, ബിസിനസ്സിൻ്റെ ഏത് അസറ്റ് അല്ലേ, അസറ്റിൻ്റെ പേര് എവിടെ കണ്ടാണ് നിങ്ങൾ വിചാരിച്ചോളണം അതെന്താണ്, അത് ഏത് ടൈപ്പ് അക്കൗണ്ടാണ്? റിയൽ അക്കൗണ്ട് അല്ലേ. അക്കൗണ്ടിൻ്റെ നിയമം അസറ്റ് ആർക്കാളുടെ റിയൽ അക്കൗണ്ട്. അപ്പോൾ ഇതിനൊരു റൂളുണ്ട്, അക്കൗണ്ടിങ് റൂളുണ്ട്. റിയൽ അക്കൗണ്ടായിട്ട് ബന്ധപ്പെട്ട് ഒരു റൂളുണ്ട്. അപ്പോൾ ആ റൂളാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പം ഇപ്പോൾ നമുക്കറിയാം അല്ലേ, അസറ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന അക്കൗണ്ടല്ല റിയൽ അക്കൗണ്ടാണ്. അതിൻ്റെ റൂളാണ് പറയുന്നത് ഡെബിറ്റ്. നമ്മൾ പറഞ്ഞു ഓരോ ട്രാൻസാക്ഷനും രണ്ട് ആസ്പെക്റ്റ് ഉണ്ട്, ഒരു ഡെബിറ്റ് ആസ്പെക്റ്റും പിന്നെ ഒരു ക്രെഡിറ്റ് ആസ്പെക്റ്റും അല്ലേ. ഡെബിറ്റ് വാട്ട് കംസ് ഇൻ ആൻഡ് ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. ഇതാണ് നമ്മൾ റിയൽ അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട അക്കൗണ്ടിങ് റൂൾ. എന്താണ്? ഡെബിറ്റ് വാട്ട് കംസ് ഇൻ. ബിസിനസ്സിലോട്ട് വരുന്ന അസറ്റിനെ എല്ലാത്തിനെയും ഇവിടെ കണ്ടാലും നിങ്ങൾ എന്ത് ചെയ്യണം? അപ്പോഴേ ഡെബിറ്റ് ചെയ്തുകൊള്ളണം. അതുപോലെ ബിസിനസ്സിൽ നിന്ന് പോകുന്ന അസറ്റ്, ഇപ്പം നമ്മൾ ഫർണിച്ചർ വിറ്റു, അപ്പോൾ ബിസിനസ്സിൽ നിന്ന് ഫർണിച്ചർ പോയി അല്ലേ. അപ്പം നമ്മൾ ബിസിനസ്സിൻ്റെ ഭൂമി നമ്മൾ ലാൻഡ് വിറ്റു. ബിസിനസ്സിന് സ്വന്തമായിട്ട് എന്താണ് വെഹിക്കിളൊക്കെ ഉണ്ടായിരുന്നു, വാഹനം ഉണ്ടായിരുന്നു, അതും വിറ്റു. ബിസിനസ്സിൽ നിന്ന് പോകുന്ന കാര്യങ്ങളെല്ലാം, പോകുന്ന അസറ്റിനെ എല്ലാത്തിനെയും നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. പക്ഷേ ബിസിനസ്സിലോട്ട് വരുന്ന അസറ്റിനെ എല്ലാത്തിനെയും നമുക്ക് എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. നമ്മൾ നേരത്തെ പറഞ്ഞു ഡെബിറ്റിന് നമ്മൾ DR ഡോട്ടെന്നും അല്ലേ, ക്രെഡിറ്റിന് നമ്മൾ CR ഡോട്ടെന്നുമാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അക്കൗണ്ട് 3 തരത്തിലുണ്ട്. ഒന്നാമത്തത് റിയൽ അക്കൗണ്ട്, രണ്ടാമത്തത് പേഴ്സണൽ അക്കൗണ്ട്, മൂന്നാമത്തതാണ് നോമിനൽ അക്കൗണ്ട്. അപ്പോൾ റിയൽ അക്കൗണ്ടിൻ്റെ റൂളാണ് ജസ്റ്റ് നമ്മൾ നോക്കിയത്. എന്താണ്? ഡെബിറ്റ് വാട്ട് കംസ് ഇൻ ആൻഡ് എന്താണ് ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. ബിസിനസ്സിലോട്ട് വരുന്ന അസറ്റിനെ എല്ലാത്തിനെയും നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. പിന്നെന്താണ്? ബിസിനസ്സിൽ നിന്നും പോകുന്ന അസറ്റിനെ നമ്മൾ എവിടെ കണ്ടാലും എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യും. അപ്പോൾ റിയൽ അക്കൗണ്ടിൻ്റെ ജസ്റ്റ് അക്കൗണ്ടിങ് റൂളാണ് നമ്മൾ നോക്കിയത് അല്ലേ. ഉദാഹരണത്തിന് എന്താണ്? ഒരു എക്സാമ്പിൾ നോക്കാം. പർച്ചേസ്ഡ് ഫർണിച്ചർ ഫോർ ക്യാഷ് റുപ്പീസ് 50,000. ഇവിടെ നമുക്കൊരു ട്രാൻസാക്ഷനാണ് പറഞ്ഞിരിക്കും, ഉദാഹരണമായിട്ട് കടന്നു വന്നിരിക്കുന്നത് അല്ലേ. ഒരു ട്രാൻസാക്ഷൻ നമ്മൾ പറഞ്ഞു, നമ്മൾ ഈ ബിസിനസ്സിൽ അക്കൗണ്ടിങ് ടൈംസിൽ നമ്മൾ മോണിറ്ററി ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് മാത്രമേ എടുക്കാറുള്ളൂ. എന്ന് പറഞ്ഞാൽ പണപരമായിട്ടുള്ള ഡീലിങ്സ് മാത്രമേ നമ്മൾ അക്കൗണ്ടിങ് ടൈമിൽ റെക്കോർഡ് ചെയ്യാറുള്ളൂ. ഇവിടെ എന്താണ് സംഭവിച്ചത്? പർച്ചേസ് ഫർണിച്ചർ ഫോർ ക്യാഷ്. ഇവിടെ ഫർണിച്ചർ നമ്മൾ മേടിച്ചു അല്ലേ. ബിസിനസ്സിന് ഫർണിച്ചറിൻ്റെ അത്യാവശ്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഫർണിച്ചർ മേടിച്ചു. എന്ത് കൊടുത്താണ് മേടിച്ചത്? നമ്മൾ ക്യാഷ് കൊടുത്താണ് മേടിച്ചത്. 50,000 രൂപ ഫർണിച്ചറാണ് ബിസിനസ് മേടിച്ചിട്ടുള്ളത്. അപ്പം ഈ ഇപ്പം ബിസിനസ്സിലോട്ട് എന്തോ ഒരു പുതിയ അസറ്റ് കടന്നു വന്നു. എന്താണ്? ഫർണിച്ചർ അല്ലേ. നമ്മൾ നേരത്തെ പഠിച്ചു റിയൽ അക്കൗണ്ടിൻ്റെ റൂള് ഡെബിറ്റ് വാട്ട് കംസ് ഇൻ. ബിസിനസ്സിലോട്ട് വരുന്ന അസറ്റിനെ എവിടെ കണ്ടാലും നിങ്ങൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അപ്പം നമ്മളിവിടെ എന്താണ് ഡെബിറ്റ് ചെയ്യേണ്ടത്? ഫർണിച്ചറിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യും ഫോർ ക്യാഷ്. അപ്പം ബിസിനസ്സിൻ്റെ കയ്യിൽ നിന്ന് എന്താണ് പോയത്? ക്യാഷ് അല്ലേ. ബിസിനസ്സിൻ്റെ കയ്യിലുള്ള ക്യാഷ് കുറഞ്ഞു.
അപ്പം എന്താണ് ക്രെഡിറ്റ് ടുവാർഡ് ഗോസ് ഔട്ട്. ബിസിനസ്സിൻ്റെ കയ്യിൽ നിന്ന് വേറൊരു അസറ്റ്, ക്യാഷ് ഇൻ ഹാൻഡ് എന്ന് പറഞ്ഞാലും അസറ്റാണ്. അപ്പോൾ പുതിയൊരു അസറ്റ് വന്നു, പക്ഷേ വേറൊരു അസറ്റ് ബിസിനസ്സിന് സാക്രിഫൈസ് ചെയ്യേണ്ടി വന്നു അല്ലേ. അപ്പോൾ ഫർണിച്ചർ ഒരു ഡെബിറ്റ് ചെയ്യണം നമ്മൾ. പിന്നെ എന്തോ ചെയ്യണം, ക്യാഷിന് നമ്മൾ എന്തോ ചെയ്യും, ക്രെഡിറ്റ് ചെയ്യും അല്ലേ. അതാണ് അതിൽ വരുന്നത്. ഒരു അസറ്റിന് നമ്മൾ ഡെബിറ്റ് ചെയ്യും അല്ലേ. ബിസിനസ്സിലോട്ട് വന്ന ആ അസറ്റിന് നമ്മളെന്തോ ചെയ്തു, ബിസിനസ്സിലോട്ട് ഇപ്പോൾ ഫർണിച്ചർ വന്നു അല്ലേ. അപ്പോൾ ഫർണിച്ചർ അക്കൗണ്ട് അല്ലേ, ബിസിനസ്സിലോട്ട് വന്നു, ഫർണിച്ചർ വന്നു. അപ്പോൾ ഫർണിച്ചർ അക്കൗണ്ട് ഡെബിറ്റ് നമ്മൾ DR കൊടുത്തു അല്ലേ. പിന്നെ നമ്മൾ എന്താണ് ഈ ക്രെഡിറ്റ് എഴുതുന്ന മുമ്പേ 2 എന്നും പറഞ്ഞ് എഴുതിയിട്ടാണ് ക്രെഡിറ്റ് ആസ്പെക്റ്റ് എഴുതാൻ പറ്റും. ഇവിടെ എന്താണ് ബിസിനസ്സിൻ്റെ കയ്യിൽ നിന്ന് പോയത്, ക്യാഷ് പോയി, വേറെ അസറ്റ് പോയല്ലേ, ഈ ക്യാഷ് അക്കൗണ്ട്. ഇവിടെ എത്രയാണ് എമൗണ്ട്, 50,000. എമൗണ്ട് നമ്മൾ എഴുതും. ഇവിടെ എത്രയാണ്, 50,000. കുറച്ചും കൂടെ അപ്പുറത്തോട്ടാണ് എഴുതേണ്ടത്. അപ്പോൾ ഇവിടെ സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ് ഇവിടെ തന്നെ എഴുതുന്നത്. അത് എഴുതാതെ നമ്മൾ എക്സ്പ്ലനേഷൻ ചെയ്യുന്നതായിരിക്കും. ഇത് ജസ്റ്റ് ഡെബിറ്റ് ചെയ്ത് ക്രെഡിറ്റ് ചെയ്തെന്ന് അറിയാൻ വേണ്ടിയാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഡെബിറ്റ് നമുക്ക് തീർച്ചയായും സംശയം തോന്നും. ഡെബിറ്റ് നമ്മൾ DR കൊടുത്തു, ഇവിടെ ക്രെഡിറ്റിന് എന്തുകൊണ്ട് CR ഡോട്ട് കൊടുത്തില്ലെന്ന് പറയും. ക്രെഡിറ്റിന് നമ്മളങ്ങനെ കൊടുക്കാറില്ല. ഇവിടെ ക്രെഡിറ്റിന് മുമ്പേ നമ്മൾ എന്താണ് 2 എന്ന് പറഞ്ഞ് എഴുതിയിട്ടാണ് നമ്മൾ ക്രെഡിറ്റ് ആസ്പെക്റ്റ് എഴുതുന്നത്. അതുകൊണ്ട് നോർമലി കേസസ് നമ്മൾ CR എന്ന് റെപ്രസെൻറ്റ് ചെയ്യാറില്ല. ഡെബിറ്റിന് മാത്രം DR എന്ന് കൊടുത്തിട്ട് ഇവിടെ ഈ 2 എന്ന് പറഞ്ഞ് എഴുതുമ്പോൾ അതിന് എന്താണ്, അത് ഇപ്പം ക്രെഡിറ്റായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യത്തിന് മുൻപേ നമ്മൾ 2 എന്ന് എഴുതി കഴിക്കും. പിന്നെ നമ്മൾ CR എന്ന് എഴുതേണ്ട കാര്യമില്ല. അപ്പം ഇങ്ങനെയാണ് ജേണൽ എൻട്രി നമ്മൾ എന്താണ് ജേണലിൽ എഴുതാനുള്ളത്. അത് നമ്മൾ ജേണൽ വരയ്ക്കാൻ പഠിക്കും. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ അക്കൗണ്ട്. അതിൻ്റെ റൂളെന്ന് പറഞ്ഞാൽ എന്താണ്, ബിസിനസ്സിലോട്ട് വരുന്ന അസറ്റിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യണം. ഇവിടെ ബിസിനസ്സിലോട്ട് ഫർണിച്ചർ വന്നു, അതിന് നമ്മൾ എന്തോന്ന് ചെയ്തു, ഡെബിറ്റ് ചെയ്തു. അപ്പോൾ ഫർണിച്ചർ മേടിച്ചപ്പോൾ എന്താണ്, വെറുതെ നമുക്ക് ഫർണിച്ചർ തരുമോ ആരെങ്കിലും, ഇല്ല. എന്താണ്, നമ്മൾ ക്യാഷ് കൊടുക്കേണ്ടി വന്നു. അപ്പോൾ ക്യാഷ് കൊടുത്തപ്പോൾ ക്യാഷ് കയ്യിൽ നിന്ന് പോയി. അതുകൊണ്ട് ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. അതുകൊണ്ട് എന്താണ്, ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്തു. ഇതാണ് നമ്മൾ നോർമലി ഇങ്ങനെയാണ് റിയൽ അക്കൗണ്ടിൻ്റെ റൂൾ വരുന്നത്. എല്ലാവർക്കും മനസ്സിലാവുകയാണെന്നാണ് വിശ്വാസം. ഡൗട്ടുള്ളത് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാവുന്നതാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ അക്കൗണ്ടിലോട്ട് പോകാം. പേഴ്സണൽ അക്കൗണ്ട്. രണ്ടാമത്തെ അക്കൗണ്ട് എന്താണ്, പേഴ്സണൽ അക്കൗണ്ട് 3 തരത്തില്. റിയൽ അക്കൗണ്ട്, പേഴ്സണൽ അക്കൗണ്ട്, പിന്നെ നോമിനൽ അക്കൗണ്ട് അല്ലേ. വ്യക്തികളെയും സ്ഥാപനങ്ങളെയും സൂചിപ്പിക്കുന്ന അക്കൗണ്ടാണെന്ന് തോന്നുന്നു പേഴ്സണൽ അക്കൗണ്ട്. അക്കൗണ്ട്സ് ഇൻ ദ നെയിം ഓഫ് പേഴ്സൺസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ. നോർമലി അങ്ങനെയാണ് വരുന്നത്. എന്താണ്, വ്യക്തികൾ. ഇപ്പോൾ രാജു എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ്. ഇപ്പോൾ രാജു എന്ന് പറഞ്ഞൊരു പേഴ്സണൽ അക്കൗണ്ട്. ഇപ്പോൾ സച്ചിൻ എന്ന് പറഞ്ഞാൽ ഒരു പേഴ്സണൽ അക്കൗണ്ടാണ് അല്ലേ. അപ്പോൾ വ്യക്തികളെ സൂചിപ്പിക്കുന്ന അക്കൗണ്ട്. അതുപോലെ തന്നെ സ്ഥാപനം. ഇപ്പോൾ ഓരോരോ സ്ഥാപനങ്ങൾ, ABC ലിമിറ്റഡ് അല്ലേ, XYZ പ്രൈവറ്റ് ലിമിറ്റഡ്. അപ്പോൾ ഇതെല്ലാം എന്താണ്, ഓരോ സ്ഥാപനങ്ങളാണ്. അപ്പോൾ വ്യക്തികളെയും സ്ഥാപനങ്ങളെയും കുറിക്കുന്ന അക്കൗണ്ടാണ് തോന്നുന്നത് പേഴ്സണൽ അക്കൗണ്ട്. അക്കൗണ്ട്സ് ഇൻ ദ നെയിം ഓഫ് എന്താണ് പേഴ്സൺസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ കാൾഡ് നോർമലി പേഴ്സണൽ അക്കൗണ്ട്. ഇതിന് റൂളുണ്ട് പേഴ്സണൽ അക്കൗണ്ടിന്. അപ്പോൾ ഓരോ ട്രാൻസാക്ഷനും 2 ആസ്പെക്റ്റ് ഉണ്ട്. ഇവിടെ ഡെബിറ്റ് ചെയ്യണം അല്ലേ, ഇവിടെ ഡെബിറ്റും ക്രെഡിറ്റ് എല്ലാം വരും. ഇതിൻ്റെ റൂൾ എന്ന് പറഞ്ഞാൽ ഡെബിറ്റ് ദ റിസീവർ ആയിട്ട് ക്രെഡിറ്റ് ദ ഗിവർ. അപ്പോൾ സിമ്പിളാണ്. എന്താണ് പേഴ്സണൽ അക്കൗണ്ടിൻ്റെ റൂൾ സിമ്പിൾ. ജസ്റ്റ് നിങ്ങൾ അറിഞ്ഞിരുന്നാൽ എന്താണ്, ഡെബിറ്റ് ദ റിസീവറിനെ എവിടെ കണ്ടാലും നിങ്ങൾ എന്തോ ചെയ്യണം, പണം സ്വീകരിക്കുന്ന വ്യക്തിനെ എവിടെ കണ്ടാലും നിങ്ങൾ ഡെബിറ്റ് ചെയ്യണം അല്ലേ. ആൻഡ് ക്രെഡിറ്റ് ദ ഗിവർ, പണം നൽകുന്ന സ്ഥാപനം അല്ലെങ്കിൽ വ്യക്തി, അദ്ദേഹത്തിനെ എവിടെ കണ്ടാലും നമ്മൾ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. അപ്പം ജസ്റ്റ് സിമ്പിളാണ്. പേഴ്സണൽ അക്കൗണ്ടിൻ്റെ റൂൾ എന്താണ്, ഡെബിറ്റ് ദ റിസീവർ ആൻഡ് ക്രെഡിറ്റ് ദ ഗിവർ. റിസീവറിനെ എവിടെ കണ്ടാലും നമ്മൾ എന്ത് ചെയ്യും, ഡെബിറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഗിവറിനെ എവിടെ കണ്ടാലും ക്രെഡിറ്റ് ചെയ്യും. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ക്യാഷ് പെയ്ഡ് ടു രാജു ₹500.
അപ്പോഴിങ്ങനെയാണ് ബിസിനസ്. ഇപ്പം നമ്മളിപ്പം നോർമലി നമ്മൾ എന്താണ് ഓരോ ട്രാൻസാക്ഷനും ബിസിനസ്സുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് നമ്മൾ പറയുന്നത് അല്ലേ. ബിസിനസ് ഒരാൾക്ക് പണം കൊടുത്തു അല്ലേ, ബിസിനസ് ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണെന്ന് പറഞ്ഞു, ഒരു എന്താണ് കൃത്രിമ മനുഷ്യനാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പം ബിസിനസ്സിനെ ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സണായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യാവുള്ളൂ അല്ലേ. ബിസിനസ് വേറെ, ബിസിനസ് മാൻ വേറെ അല്ലേ. ബിസിനസ്സിന് നമ്മളൊരു ജീവൻ കൊടുക്കുന്നത് ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്. അപ്പോൾ അങ്ങനെയുള്ള ബിസിനസ് രാജു എന്നുള്ള വ്യക്തിക്ക് എന്താണ് ഒരു 500 രൂപ കൊടുത്തു അല്ലേ. അപ്പം ഇവിടെ എന്താണ് എങ്ങനെയാണ് നമുക്ക് ഇപ്പോൾ രാജു ഇവിടെ റിസീവറാണോ അതേ ഗിവറാണോ? ക്യാഷ് പേഡിറ്റ് രാജു എന്നാണ്. അപ്പം രാജു ആ പണം സ്വീകരിച്ചു അല്ലേ. ക്യാഷ് പേഡിറ്റ് ബിസിനസ് കൊടുക്കുന്ന ആ പണം ആര് സ്വീകരിച്ചു? രാജു. അപ്പോൾ റിസീവറിനെ എവിടെ കണ്ടാലും നമ്മൾ എന്തോന്ന് ചെയ്യും? ഡെബിറ്റ് ചെയ്യും. റിസീവറിനെ എവിടെ കണ്ടാലും എന്തോന്ന് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ. ഇവിടെ റിസീവർ ആരാണ്? റിസീവർ എന്ന് പറഞ്ഞാൽ ഇവിടെ പണം സ്വീകരിച്ച വ്യക്തി ആരാണ്? രാജു. അപ്പോൾ രാജു അക്കൗണ്ട് നമ്മൾ ജേർണലിലൊക്കെ റെക്കോർഡ് ചെയ്യുമ്പോൾ എന്താണ് എല്ലാത്തിനും ഓരോ അക്കൗണ്ടാണ്. എല്ലാം നമ്മൾ ഒരു റെക്കോർഡാണ്. അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യമേ പറഞ്ഞു, അക്കൗണ്ട് ഈസ് ദ ഫോർമൽ റെക്കോർഡ് ഓഫ് ഓൾ ട്രാൻസാക്ഷൻസ്. എല്ലാ ട്രാൻസാക്ഷൻ്റെയും ഫോർമൽ റെക്കോർഡാണ് അക്കൗണ്ട്. അപ്പോൾ എല്ലാം ഓരോ ആസ്പെക്റ്റ് നമ്മൾ അക്കൗണ്ടായിട്ട് റെപ്രസെൻറ്റ് ചെയ്താണ് എഴുതുന്നത്. രാജു അക്കൗണ്ട് ഡെബിറ്റ്. ഈ രാജു അക്കൗണ്ടിൽ നമുക്ക് ഡെബിറ്റ് ചെയ്തല്ലേ. എത്ര എമൗണ്ട് നമ്മൾ എങ്ങനെ എഴുതണം? 500 ടു. ഇവിടെ നമ്മൾ ക്രെഡിറ്റ്, ഈ ഓരോ ട്രാൻസാക്ഷൻ്റെ 2 ആസ്പെക്റ്റ് ഉണ്ട്, ഒരു ഡെബിറ്റ് ആസ്പെക്റ്റും ഒരു ക്രെഡിറ്റ് ആസ്പെക്റ്റും. അപ്പം ബിസിനസ്സിൻ്റെ കയ്യിൽ നിന്നും ഇപ്പോൾ എന്തോന്നാ കുറഞ്ഞു. ഈ ക്യാഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? പണം അല്ലേ. ക്യാഷ് എന്ന് പറഞ്ഞാൽ പണം നമുക്കറിയാം. ക്യാഷ് എന്ന് പറഞ്ഞാൽ ഒരു അസറ്റാണ്, ബിസിനസ്സിൻ്റെ കയ്യിലുള്ള ഒരു ആസ്തിയാണ് അല്ലേ. രാജുവിന് പണം കൊടുക്കുമ്പോൾ നമ്മുടെ കയ്യിലുള്ള ബിസിനസ്സിൻ്റെ കയ്യിലുള്ള ആസ്തി കുറഞ്ഞില്ലേ അല്ലേ. അത്രയും 500 രൂപ കുറഞ്ഞു. അപ്പോൾ ഈ ക്യാഷ് എന്ന് പറഞ്ഞാൽ അസറ്റാണെന്ന് നമുക്കറിയാം. അസറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള അക്കൗണ്ട് ഏതാണ്? നമ്മൾ ജസ്റ്റ് മുമ്പേ നോക്കി, ഏതാണ്? റിയൽ അക്കൗണ്ട് അല്ലേ. അപ്പോൾ റിയൽ അക്കൗണ്ടിലാണ് ഈ അസറ്റ് വരുന്നത്. റിയൽ അക്കൗണ്ടിൻ്റെ റൂൾ എങ്ങനെയാണ് നമ്മൾ പഠിച്ചത്? റിയൽ അക്കൗണ്ടിൻ്റെ റൂള് ഡെബിറ്റ് വാട്ട് കംസ് ഇൻ ആൻഡ് ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. ഇപ്പോൾ ബിസിനസ്സിൽ നിന്ന് ഏത് അസറ്റ് പോയി? ക്യാഷ്. അപ്പോൾ ക്യാഷ് കുറഞ്ഞു അല്ലേ. അസറ്റ് കുറയുമ്പോൾ നമ്മൾ എന്തോ ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യും ടു ക്യാഷ് അക്കൗണ്ട്. ബിസിനസ്സിൻ്റെ കയ്യിൽ നിന്നും ഒരു അസറ്റ് പോയി, അപ്പോൾ ക്യാഷ് അക്കൗണ്ടിൽ നമ്മളെന്തോ ചെയ്തു? ക്രെഡിറ്റ് ചെയ്തു. എന്നിട്ട് ഇതിൻ്റെ നേരെ എഴുതണം. ഇതിൻ്റെ നേരെ ആയിട്ട് എഴുതാൻ പാടില്ല, കുറച്ച് ഇങ്ങോട്ട് മാറി 500 എന്ന് പറഞ്ഞ് കാണിക്കണം. ഇങ്ങനെയാണ് നമുക്ക് റെക്കോർഡ് ചെയ്യണത്. ഇപ്പോൾ ഇവിടെ ഓരോ ട്രാൻസാക്ഷനും 2 ആസ്പെക്റ്റ് ഉണ്ട്. ഇവിടെ വന്നത് രാജുവിനെ നമ്മൾ ഡെബിറ്റ് ചെയ്തു, കാരണം രാജു ഇവിടെ റിസീവറാണ്. ബിസിനസ് പണം കൊടുത്തപ്പോൾ രാജുവാണ് സ്വീകരിച്ചത് ആ പണം. അതുപോലെ തന്നെ ഇവിടെ ക്യാഷ് ക്രെഡിറ്റ് ചെയ്യാൻ കാരണം എന്താണ്? ക്യാഷ് ഒരു അസറ്റാണ്, അസറ്റ് കുറഞ്ഞു അല്ലേ. അല്ലെങ്കിൽ ബിസിനസ്സിൽ നിന്നും ക്യാഷ് അസറ്റ് പോയി അല്ലേ. ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട് എന്നല്ലേ നമ്മൾ പഠിച്ചത്. അപ്പോൾ അസറ്റ് കുറഞ്ഞു. അസറ്റ് കുറയുമ്പോൾ നമ്മളെന്ത് ചെയ്യും? ക്രെഡിറ്റ് ചെയ്യും. അപ്പോൾ 2 ആസ്പെക്റ്റ്, ഒരു ഡെബിറ്റ് ആസ്പെക്റ്റ് എഴുതണം, ഒരു ക്രെഡിറ്റ് ആസ്പെക്റ്റ് ഓരോ ട്രാൻസാക്ഷനും നമ്മൾ റെക്കോർഡ് ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മൾ 2 അക്കൗണ്ടിനെ പറ്റി ചർച്ച ചെയ്തു. ഏതൊക്കെയാണ്? റിയൽ അക്കൗണ്ടും അതുപോലെ തന്നെ പേഴ്സണൽ അക്കൗണ്ടും. ഇനി നമ്മൾ അക്കൗണ്ടിൽ ബേസ് പഠിക്കുമ്പോൾ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു അക്കൗണ്ടാണെന്ന് തോന്നുന്നു. 3ാമത്തെ നോമിനൽ അക്കൗണ്ട്. എന്താണ് നോമിനൽ അക്കൗണ്ട്? വരവിനെയും ചിലവിനെയും സൂചിപ്പിക്കുന്ന അക്കൗണ്ടാണെന്ന് തോന്നുന്നു നോമിനൽ അക്കൗണ്ട്. വരവെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇൻകം അല്ലേ. ചിലവെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എക്സ്പെൻസ്. അപ്പം വരവ് ചിലവുകളെ കുറിച്ച് സൂചിപ്പിക്കുന്ന അക്കൗണ്ടാണെന്ന് തോന്നുന്നു നോമിനൽ അക്കൗണ്ട്. അക്കൗണ്ടിൻ്റെ നിയമം എന്താണ്? ഇൻകം ആൻഡ് എക്സ്പെൻസ്. എവിടെ വരവ് കണ്ടാലും എവിടെ ചിലവ് കണ്ടാലും ഏതൊക്കെയാണ്? ഈ നോമിനൽ അക്കൗണ്ടിലാണ് വരുന്നത് അല്ലേ. അപ്പോൾ അതിൻ്റെ റൂളുണ്ട്. അപ്പോൾ ഓരോ അക്കൗണ്ടിനും ഓരോ റൂളുണ്ട്. അപ്പോൾ ഈ നോമിനൽ അക്കൗണ്ടിൻ്റെ റൂൾ നോക്കാം. ഡെബിറ്റ് ഓൺ എക്സ്പെൻസ് ആൻഡ് ലോസസ്. ഇവിടെ എന്താണ് ചെയ്യേണ്ടത്? ഡെബിറ്റ് ചെയ്യണം. ആദ്യം നമുക്ക് ഡെബിറ്റ് ചെയ്തേ പറ്റുള്ളൂ ഓരോ ട്രാൻസാക്ഷനും. ഇവിടെ എന്തോന്ന് ഡെബിറ്റ് ചെയ്യണം? എവിടെ എക്സ്പെൻസ് കണ്ടാലും ചിലവിന് എവിടെ കണ്ടാലും നിങ്ങൾ പെട്ടെന്ന് തന്നെയാണ് എന്ത് ചെയ്യണം? കൺഫ്യൂഷനൊന്നും വേണ്ട, ഡെബിറ്റ് ചെയ്താണ്. ലോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബിസിനസ്സിന് നഷ്ടം. അപ്പം ചിലവും നഷ്ടവും കണ്ടാൽ എവിടെ കണ്ടാലും നിങ്ങൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ആൻഡ് ഇവിടെ നടുക്കായിട്ട് നമ്മൾ ആൻഡ് തന്നെ എഴുതും. ക്രെഡിറ്റ് ഓൾ ഇൻകംസ് ആൻഡ് ഗെയിൻസ്. GAINS അല്ലേ. ഗെയിൻസ് ഫുൾ സ്റ്റോപ്പ്. അപ്പോൾ നോമിനൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം എന്താണ്? ഇൻകത്തിനെയും എക്സ്പെൻസിനെയും സൂചിപ്പിക്കുന്ന അക്കൗണ്ട്. ഇൻകം എന്ന് പറഞ്ഞാൽ വരവ്, എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചിലവ്. അപ്പോൾ വരവിനെയും ചിലവിനെയും സൂചിപ്പിക്കുന്ന അക്കൗണ്ടാണെന്ന് തോന്നുന്നു ഈ നോമിനൽ അക്കൗണ്ട്. അതിൻ്റെ റൂൾ എങ്ങനെയാണ് നമ്മൾ പഠിച്ചത്?
എവിടെ ചിലവ് കണ്ടാലും എവിടെ നഷ്ടം കണ്ടാലും അപ്പോഴേ ഞങ്ങൾ ഡെബിറ്റ് ചെയ്തോളാം അല്ലേ. ഡെബിറ്റ് ഓൾ എക്സ്പെൻസ് ആൻഡ് ലോസസ് ആൻഡ് പിന്നെ ക്രെഡിറ്റ് ചെയ്യണമെന്നതാണ്. വരവിനെ എവിടെ കണ്ടാലും നിങ്ങൾ ക്രെഡിറ്റ് ചെയ്യണം. ഇപ്പോൾ കമ്മീഷൻ റിസീവ്ഡ്, കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ഒരു കമ്മീഷൻ, ബിസിനസ്സിന് കമ്മീഷൻ കിട്ടി, അപ്പോഴേ നിങ്ങൾ കമ്മീഷൻ അക്കൗണ്ടിൽ എന്തോ ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. ഗെയിൻസ്, ബിസിനസ്സിന് ലാഭം ഉണ്ടായി, പ്രോഫിറ്റ് കിട്ടി, അപ്പോൾ പ്രോഫിറ്റിൽ നിങ്ങൾ എന്തോ ചെയ്യും, ക്രെഡിറ്റ് ചെയ്യും. ഇവിടെ എക്സ്പെൻസ്, ബിസിനസ്സിന് പെയ്ഡ് സാലറി അല്ലേ. ഇപ്പം എന്താണ്, സ്റ്റാഫിന് സാലറി കൊടുത്തു, അപ്പോൾ ബിസിനസ്സിന് അതൊരു ചിലവാണ്. നമ്മളെല്ലാം ബിസിനസ്സിൻ്റെ കൺസെപ്റ്റിലാണ് ഇവിടെ റെക്കോർഡ് ചെയ്യണം എന്നുള്ളത് അല്ലേ. അപ്പോൾ ഈ എക്സ്പെൻസിനെ എവിടെ കണ്ടാലും അല്ലെങ്കിൽ നഷ്ടത്തിന് ഡെബിറ്റ് ഓൾ എക്സ്പെൻസ് ആൻഡ് ലോസസ്, നഷ്ടത്തിനെയും ചിലവിനെയും എവിടെ കണ്ടാലും നിങ്ങൾ ഡെബിറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ക്രെഡിറ്റ് ഓൾ ഇൻകംസ് ആൻഡ് ഗെയിൻസ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഉദാഹരണം നമുക്ക് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെ എന്താണ്, പെയ്ഡ് സാലറി, ഇതൊരു ട്രാൻസാക്ഷൻ അല്ലേ. റുപ്പീസ് നമുക്ക് സാലറി കൊടുത്താണ്, സ്റ്റാഫിന് സാലറി കൊടുത്ത് 25,000 രൂപ ഒരു ബിസിനസ് ശമ്പളം കൊടുത്തു അല്ലേ. അപ്പോൾ ഈ സാലറി എന്ന് പറഞ്ഞാൽ അറിയാം, പെയ്ഡ് എന്ന് പറഞ്ഞാൽ കൊടുത്തു അല്ലേ, അതൊരു എക്സ്പെൻസാണ് ബിസിനസ്സിന്. അപ്പം നമുക്ക് ആദ്യം ഡെബിറ്റ് ചെയ്യണം എന്നാണ് സാലറി അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യും. എക്സ്പെൻസിന് എവിടെ കണ്ടാലും ബിസിനസ്സിൻ്റെ എക്സ്പെൻസിന് എവിടെ കണ്ടാലും നമ്മൾ ഡെബിറ്റ് ചെയ്തു. എന്താണ്, അപ്പോൾ നമ്മൾ സാലറി ഏതിൻ്റെ രൂപത്തിലാണ് കൊടുക്കുന്നത്, ക്യാഷിൻ്റെ രൂപത്തിലല്ലേ. അപ്പോൾ ക്യാഷ് കുറയുമ്പോൾ ക്യാഷ് അസറ്റാണ്, അസറ്റ് കുറയുമ്പോൾ നമ്മൾ എന്തോ ചെയ്യും, ക്രെഡിറ്റ് ചെയ്യും അല്ലേ. അസറ്റ് കൊണ്ടാണ് നമ്മൾ ആദ്യം മേടിച്ചു, റിയൽ അക്കൗണ്ടാണ്. അതിൻ്റെ റൂൾ എങ്ങനെയാണ്, ഡെബിറ്റ് വാട്ട് കംസ് ഇൻ ആൻഡ് ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. യാതൊരു അസറ്റ് ഇപ്പോൾ ബിസിനസ്സിൻ്റെ കയ്യിൽ നിന്ന് പോയി, ക്യാഷ് കുറഞ്ഞു അല്ലേ, ക്യാഷ് അസറ്റാണ്, അസറ്റ് പോയി. മറ്റ് ക്യാഷ് അക്കൗണ്ട് എമൗണ്ട് എഴുതണം, എത്ര, ഇവിടെ 25,000, ഇവിടെ 25,000 അല്ലേ. അപ്പോൾ ഇതാണ് നോമിനൽ അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട റൂള് എഴുതേണ്ടത്. അപ്പോൾ ഇൻ ദിസ് വീഡിയോ I discussed about transaction. What is a transaction? It simply means events or dealings which took place in the business അല്ലേ. ഈവൻസ് അല്ലെങ്കിൽ ഡീലിങ്സ് ബിസിനസ്സിൽ വരുന്നതിനൊക്കെ നമ്മൾ ട്രാൻസാക്ഷൻസ് എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ അക്കൗണ്ട് എന്താണെന്ന് നോക്കി അല്ലേ, ഫോർമൽ റെക്കോർഡ് ഓഫ് ആൾ ട്രാൻസാക്ഷൻ, അക്കൗണ്ട് എന്താണെന്ന് നോക്കി. പിന്നെ നമ്മൾ ജേണൽ വരയ്ക്കാൻ പഠിച്ചില്ല, ജേണൽ എന്താണെന്ന് ജസ്റ്റ് പറഞ്ഞു. ബുക്ക് ഓഫ് പ്രൈമറി എൻട്രി അല്ലെങ്കിൽ ഒറിജിനൽ എൻട്രിയാണ് ജേണൽ എന്ന് പറയുന്നത്. നമ്മൾ എന്താണ് ഈ ഓരോ ഡെബിറ്റും ക്രെഡിറ്റും ആസ്പെക്റ്റൊക്കെ എഴുതി, അത് നമ്മൾ ജേണൽ എൻട്രി എന്നാണ് പറയുന്നത് കേട്ടോ. അത് നമ്മൾ ജേണൽ വരയ്ക്കുമ്പോൾ ജേണൽ എൻട്രി എന്താണെന്ന് ഒന്നുകൂടെ സ്പെസിഫൈ ചെയ്ത് പറയും. അതുപോലെ തന്നെ ഈ ജേണൽ എൻട്രി റെക്കോർഡ് ചെയ്യുന്ന ആ പ്രോസസ്സ് നമ്മൾ ജേണലൈസിങ് എന്നാണ് വിളിക്കുന്നത്. എന്താണ് ജേണലൈസിങ്? അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ വരും വീഡിയോയിൽ പറയുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ 3 അക്കൗണ്ടിനെ പറ്റിയാണ് പഠിച്ചത് അല്ലേ. ടൈപ്സ് ഓഫ് അക്കൗണ്ട്, റിയൽ അക്കൗണ്ട്, നോമിനൽ അക്കൗണ്ട് ആൻഡ് പേഴ്സണൽ അക്കൗണ്ട്. അതിൻ്റെ റൂൾസും നമ്മൾ ജസ്റ്റ് നോക്കിയായിരുന്നു അല്ലേ. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം, എന്താണ് ക്യാപിറ്റൽ. അപ്പോൾ എന്താണ് ക്യാപിറ്റൽ? നമുക്ക് ഈ ക്യാപിറ്റലിൻ്റെ കാര്യം കൂടെ പറഞ്ഞ് ഈ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ക്യാപിറ്റൽ നമ്മൾ അക്കൗണ്ടിങ് പഠിക്കുമ്പം ആദ്യമേ പറയേണ്ട ഒരു സംഭവമാണ് ക്യാപിറ്റൽ അല്ലേ. ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് മെയ്ഡ് ബൈ ദ ഓണർ ഇൻ ദ ബിസിനസ് ടുവേഴ്സ് ദ ബിസിനസ് അല്ലേ. ആദ്യം എന്താണ്, ഇപ്പോൾ നമ്മൾ ബിസിനസ്മാൻ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആ തുകയിനെയാണ്, ആ എമൗണ്ടിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇനി വരും ക്ലാസ്സുകളിൽ നമുക്ക് ജേണലിനെ കുറിച്ച് കൂടുതൽ പഠിക്കാം. ജസ്റ്റ് ഒരു എന്താണ് ബേസിക് അക്കൗണ്ടിങ് ടേമും കൂടെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ക്യാപിറ്റൽ അല്ലേ. നിങ്ങൾക്ക് ഈ വീഡിയോ എന്താണ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ഷെയർ, ലൈക്ക്, കമൻറ്റ് ആൻഡ് സപ്പോർട്ട് ഫ്രണ്ട്സ്. Okay friends, see you again. Bye.